ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് വൈകുന്നേരം ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് ക്രിസ്പി പൊട്ടാറ്റോ പില്ലോ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഞാനൊരു കുക്കറിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇവിടെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് അല്പം വെള്ളം അതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് വാർത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉരുളൻകിഴങ്ങ് കട്ടകളൊന്നുമില്ലാതെ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായി എരിഞ്ഞിട്ടുള്ള മല്ലിച്ചപ്പ്, കുറച്ച് ലേശം ഒരു കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 3 സ്പൂണ് കോൺഫ്ലവർ പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക. ഇനി അപ്പോൾ നമ്മളിതിട്ട് കുഴച്ച് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒത്തിരി കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 സ്പൂണ് റസ്ക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഉരുട്ടി വെച്ചിട്ടുള്ള മാവ് 2 കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നീളത്തിൽ ഉരുട്ടുക. നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഇനി കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ടുള്ള കഷ്ണങ്ങൾ നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് അതിൻ്റെ മേലിങ്ങനെ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ വരഞ്ഞു കൊടുക്കാം. ഒരു സൈഡ് മാത്രം വരഞ്ഞു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിൽ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പൊട്ടാറ്റോ സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട്. വളരെ ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് കെച്ചപ്പോ മയോണൈസോ എന്ത് കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കാം. വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇത് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ.